ജസ്റ്റ് പയ്യെ ജസ്റ്റ് പേസിലോട്ട് അടുപ്പിച്ച് അല്ല അങ്ങനെ താടിക്ക് കൈ കൊടുക്കും. ഹായ്, നിങ്ങളുടെ അപർണയാണേ. അറിഞ്ഞല്ലോ അല്ലേ, നമ്മുടെ ചാനല് പൂട്ടിപ്പോയി. പടക്കൊക്കെ ഇഷ്ടമാണോ? പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്, എനിക്ക് ഇഷ്ടമാണ്. വേണ്ട വേണ്ട, അവിടെ നിന്നോട്ടെ, അവനവിടെ നിൽക്കും. ഇഷ്ടമാണെനിക്കു നിൻമുഖം. എല്ലാവർക്കും നമസ്കാരം. എന്തോന്നടേ നടക്കണത് ഇവിടെ? എന്തോന്നാണ് നടക്കുന്നത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. അമ്പലത്തിലെ പൂജാരി അടക്കം അവരാധ വീഡിയോയില് അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. ഏത് ഈ രണാ സുനയുടെ കൂടെ. ഇവനെയൊക്കെ ആരാണ് പിടിച്ച് പൂജാരി ആക്കിയെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്ന ഇവനൊക്കെ പൂജാരിയാണ്. ദയവ് ചെയ്തിട്ട് ഇവനെ ക്ഷേത്രത്തിന്റെ ആ ബോർഡ് തീരുമാനം എടുത്ത് ഇവനെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് അപരാധങ്ങൾ നടക്കുന്നുണ്ട്. അമ്പലത്തിലെ പൂജാരി വന്ന് അപരാധ വീഡിയോയിൽ അഭിനയിക്കുന്നു. ആൽബം എന്നൊന്നും പറയില്ല, ആൽബത്തിൽ കൊണച്ചെന്ന് പറയരുത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ആരും പറയരുത്. അപരാധത്തിൽ അഭിനയിക്കുന്നു അങ്ങനെ പറയണം. അതാണ് അതിന്റെ കറക്റ്റ് ട്രാക്ക്, കറക്റ്റ് പേര്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാനും മറക്കണ്ട. എന്തൊക്കെയാ അപരാധ ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു പിടിയില്ലത്. സീരിയസ്ലി പറയാം, അമ്മാതിരി അപരാധങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ നാട് തന്നെ എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ട്രെയിൻ പിടിച്ച് വല്ല UP വല്ലതും പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അമ്മാതിരി ലെവലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യം രണാ സുനയിലോട്ട് വരുന്നതിന് മുന്നേ വേറൊരു അപരാധി മോളുണ്ടായിരുന്നു. അതായത് അവളുടെ പേര് അപർണ. എവള് പൂട്ടിക്കെട്ടിപ്പോയി. അവളുടെ ചാനൽ പൂട്ടിക്കെട്ടി കണകുണാന്നായി. അവൾ മൂഞ്ചി തിരിഞ്ഞ് കമ്പത്തിരിയായി. അവൾ അറിഞ്ഞിടാത്തവർക്ക് ഒന്ന് കാണിച്ചു തരാം. അവളെ മാസ്കും വെച്ച്, അതായത് മുഖത്ത് ജെട്ടിയിട്ടുകൊണ്ടാണ് അവൾ ഇറങ്ങുന്നത് വീഡിയോ ചെയ്യാൻ. കാണും. നിങ്ങളുടെ അപർണ നിന്നെ എടുത്ത മടിയിരുത്ത നിന്റെ അപർണ എന്ന് പറയാം. എനിക്ക് പാടി അപരാധങ്ങളും കാണിച്ചോണ്ടെന്നിട്ട് നിങ്ങളുടെ അപർണയാണ്. അപരാധ ഹേ കണ്ട കണ്ടം കാളി ഹേ. നിന്റെ അച്ഛനെയും കൂടി കൂടെ വിളിക്ക്. അച്ഛനെയും കൂടി കൂടെ വിളിച്ചിട്ട് അച്ഛനുമായിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് പെട്ടുക്ക്. പ്രശ്നം തീരട്ടെ. പബ്ലിക് പ്ലേസിലാ, നിന്റെ അച്ഛന്റെ ഇടയിലാ, എവിടെയാന്ന് വെച്ചാൽ പോയിരുന്ന് പെട്ടുക്ക്. അതുപോലെ ലാംഗ്വേജ് കൺട്രോൾ എന്ന് പറയുന്നവരടുത്താണ് എന്റെ പൊന്ന് ചേച്ചിമാരെ ചേട്ടന്മാരെ ഈ അപരാധികളൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റണ്ടേ? എനിക്ക് പറ്റണല്ലേ ചെയ്യാൻ പറ്റൂ. നിന്റെ അച്ഛനും കൂടെ കൂട്ട്. നിന്റെ അച്ഛനായിരിക്കല്ലേ എനിക്ക് വീഡിയോ എടുത്തത് തോന്നി. അച്ഛനുണ്ടായ മോള് അച്ഛനുണ്ട്. ബാക്കിയുള്ള അച്ഛൻ്റെ ആപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, എനിക്കൊന്നും പറയാനില്ല. ഇതുപോലത്തെ അപരാധികളൊക്കെ നാട് കടത്തണം. ഇവളെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തുവാ വളർന്നു വരുന്ന തലമുറ അടക്കം നശിപ്പിക്കുന്ന ഒരു അപരാധി മക്കള്. ഇവളൊന്നും കൈ കിട്ടിയ അടിച്ചു തീർക്കണം. അവൾ മാസ്ക് വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവൾ അച്ഛനെയും കൂടെ പെടുക്കാൻ വിളിക്കണം. മരത്തിന്റെ കൊമ്പി പേരിക്കണം. ശൂലം കുത്തി കയറുപടി എനക്ക് നിന്റെ മജസ് ഇടവഴി. ഞാനൊന്നും പറയുന്നില്ല. ഇവളുടെ ചാനൽ അടിച്ചു പോയി. അതാണ് എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ വാർത്ത. എന്തായാലും അവളെ തന്നെ പറയുന്നത് കേട്ടോക്കെ. പോടി പന്ന കടയാടി മോളെ, നിന്റെ അച്ഛന്റെ അപർണ. എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. ഞാൻ വാ തുറന്ന വെറും ചെറ്റയാണ്. നിന്റെ അച്ഛനെക്കാള് ചെറ്റയാണ് ഞാൻ. സമാധാനം. കാരണം നമ്മളെ പോലുള്ളവരൊക്കെ റിയാക്ട് ചെയ്ത് ഇതുപോലത്തെ അപരാധികളുടെ ചാനലിൽ പോയിട്ട് ഒരുപാട് പേര് റിപ്പോർട്ട് അടിക്കുന്നുണ്ട്. അതേ തുടർന്നായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ഇവളുടെ ഈ മറ്റേടുത്ത വീഡിയോ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോലെയുള്ള സാധനങ്ങൾ കാരണം അടിച്ചു പോയതാവും മേ ബി. എന്തായാലും റിപ്പോർട്ട് ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണ്. ഇതുപോലത്തെ ഒന്നിനെ വച്ചേക്കില്ല. ഇതിനൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടത്? ആ സമയത്ത് നിങ്ങൾ വല്ല തോർത്തിലും തുടച്ചു കളഞ്ഞിട്ട് വല്ല വാഴയ്ക്കും തടം വെട്ടാൻ പോരുന്ന 2 കൊലയെങ്കിലും കിട്ടിയേനെ. ഇവളുടെ അച്ഛൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. വിഷമിക്കാൻ നിന്റെ അച്ഛന്റെ അച്ചാറ് എച്ച് പോ. അയ്യ വരാൻ പറ്റിയ ചാമാനം. നീ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുടയെ പൊക്കിക്കൊണ്ട് കുറെ കടവുകൾ വരും. അവന്റെയൊക്കെ സാമാനങ്ങളും കിടുങ്ങാപ്പളും പൊക്കിക്കൊണ്ട്. കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക. വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് കാണുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വല്ലേരി പാടം ആ ഏരിയയിൽ എവിടെ ഉള്ളതാണ്. ഈ ഒരു മോന്ത വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഈ സാധനത്തിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻകൗണ്ടർ ചെയ്യണം. അതിൽ കുറഞ്ഞൊന്നും വേണ്ട. ഇതിന്റെ അക്കൗണ്ട് ഇത് ആരാ? ഇത് ഏതാ സാധനം? ഇതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ ഇവളുടെ മുഖം എക്സ്പോസ് ചെയ്യണം. നാട്ടുകാർ കണ്ട് മനസ്സിലാക്കട്ടെ. കുറെ അപരാധി മക്കള് തന്തയ്ക്ക് മുന്നേ പറഞ്ഞ സാധനങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന്. നമ്മുടെ പുതിയ ചാനലിന്റെ പേര്
ഇനി നമുക്ക് അപർണ വല്ലരി ഇല്ല, അപർണ വല്ലരി ഒഫീഷ്യലും ഇല്ല കേട്ടോ. ദയവ് ചെയ്തിട്ട് ഇവിടെ ചാനലൊക്കെ കാണുന്ന ഒരു റിപ്പോർട്ട് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ നശിപ്പിക്കുന്ന കടയാടി മോളാണ് ഇവളെയൊക്കെ ചാനൽ റിപ്പോർട്ട് അടിച്ച് തൊലച്ച് കളയുക. പിന്നെ ആപ്പിൽ അങ്ങനെ വന്ന വീഡിയോ എല്ലാം കിടപ്പുണ്ട്. ആപ്പിൽ നിന്റെ അച്ഛൻ കാണും. നമ്മൾ ആപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഇടും കേട്ടോ. നീ ഇടും, നല്ലവണ്ണം ഇടും, അതെനിക്ക് മനസ്സിലായി. റിഷാൻ അമാരിയുടെ ഇൻസ്റ്റയുടെ സ്റ്റോറിയില് ഞാൻ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. ഇട്ടുതരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതില് ലൈവും വരാം കേട്ടോ. ലൈവ് വരുമ്പോ നിന്റെ അച്ഛനെയും കൂടി കൂട്ടണം കേട്ടോ. എന്തിനെന്നറിയാവോ, നിന്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം. കാരണം ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയിട്ടല്ലോ അങ്ങേര് വാഴ വെക്കാണ്ട്. അതുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ എവിടെ നിന്നാണോ ഉണ്ടായത്, ഇതാരാണോ ഉണ്ടാക്കിയത്? ഒന്നൊന്നര സാധനങ്ങൾ തന്നെ. ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകാന്നേ. പിന്നെന്താ പറയാ, നിന്റെ അച്ഛൻ പറ്റി. നമ്മുടെ പുതിയ ചാനലില് വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, ബൈ. അപ്പ് ഇതുപോലെ ഓരോ നിർത്ത് ഇതുപോലത്തെ കുറെ കാട്ടപരാധികൾ കാരണം ഈ നാട് നശിച്ച്. സീരിയസ്ലി പറയാം, എത്ര പെൺപിള്ളാരെന്ന് പറയുമ്പോൾ വഴിതെറ്റി പോകുന്നത്. കാരണം ഇവളുമാര് വന്നിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് ഇമാതിരി അപരാധം കാണിച്ച് പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ഇവർക്ക് നല്ല ആക്സെപ്റ്റൻസ് കിട്ടും. അത് ഉദ്ഘാടനങ്ങളാവാം, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോകുന്ന സമയത്ത് അയ്യോ മറ്റേ ചേച്ചിയില്ല ഈ ഒരു സെറ്റപ്പിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതേ തുടർന്ന് അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അപ്പോൾ അവർക്ക് നല്ല ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് അവരെ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പെൺകുട്ടികൾ വഴിതെറ്റുന്നുണ്ട്. അത് നാളെ നമ്മുടെ മക്കളാവാം, നമ്മുടെ വേണ്ടപ്പെട്ടവരാകാം, നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, നമ്മുടെ നാട്ടുകാരാകാം. ഇങ്ങനെ പല രീതിയിൽ പെൺമക്കൾ ഇന്ന് വഴിതെറ്റിക്കൊണ്ട് പോവുകയാണ് ഇമാതിരി അപരാധങ്ങൾ കണ്ടുകൊണ്ട്. ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യരുത്. കണ്ട കല്ല് ഉറക്കേറിയണം. ആ രീതിയിലോട്ട് മാറണം. നാട്ടുകാരെ, നിങ്ങൾ ജനങ്ങളാണ്, നിങ്ങൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്. ഉള്ള കാര്യം പറയാം, എല്ലാവരും ഒന്നല്ല, കുറെ പേര് ഇതുപോലത്തെ അപരാധികളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിനെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കും, മറ്റൊന്ന് വിളിക്കും, മറിച്ചെന്ന് വിളിക്കും, ബിഗ് ബോസ് പോലത്തെ ഷോകളിൽ വിളിക്കും. ഇങ്ങനെ ഉള്ളതിനൊക്കെ വിളിച്ച് ഓരോ സ്ഥലങ്ങളിൽ കയറ്റിയാണ് ഇവളുമാരെ പോലെയുള്ള കുറെ കോപ്പുകൾ ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഇത് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല ഈ സാമാനങ്ങളൊക്കെ കാണുമ്പോൾ. ഞാൻ നല്ലവനെന്ന ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ അപരാധ വീഡിയോകളൊക്കെ കാണാറുണ്ട്. പക്ഷേ അത് അതിൻ്റെതായ സൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ പോയാണ് കാണുന്നത്. ഈ കുട്ടികളെ അടക്കം നശിപ്പിക്കുന്ന ഇമാതിരി പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്ന ഇമാതിരി അപരാധികളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾ കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിട്ട് ഇമാതിരി അപരാധം കാണിക്കുന്ന ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണം വേറെ വല്ല സൈറ്റും തുടങ്ങി ഏതെങ്കിലും കിടുതാപ്പിന്റെ ഇടയിൽ പോയിരി അവിടെ ഇടുന്ന വീഡിയോ ഒന്ന് ഇൻസ്റ്റയിൽ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് കാണുന്ന കുട്ടികൾ ഈ ഇൻസ്റ്റ വഴി നേരെ ആ സൈറ്റിലും ആ പ്രൊഫൈലുകളിലോട്ട് പോകും. വീട്ടിലുള്ളവരുടെ അക്കൗണ്ട് പോലും എടുത്ത് വെച്ച് അടിച്ച് പെയ്ഡ് അടിച്ച് കൊടുത്ത് അവർ കയറി അങ്ങ് പോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. 13 വയസ്സായ ഒരു കുട്ടി ഇടയ്ക്ക് സ്വന്തം അമ്മയുടെ ആരുടെ ഫോണിൽ ഈ പറയുന്നത് പോലെ ഏതോ ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു പിതാവ് എന്ന് പറഞ്ഞ കേസാണ്. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പൊ ഇതുപോലത്തെ അപരാധങ്ങൾ കാണാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നു. കാരണം കുട്ടികളെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവരിതൊക്കെ കാണുമ്പോൾ ക്യൂരിയോസിറ്റിയോടെ ഇതെന്താ എന്നൊക്കെ പറഞ്ഞ് നോക്കും. അങ്ങനെ പോകും. വഴിതെറ്റി തൊലഞ്ഞ് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് ഇതിനൊരു തടയിടണം. ഇത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല. ഇതുപോലത്തെ അപരാധികളെ എൻകൗണ്ടർ ചെയ്യണം. അതിൽ കുറഞ്ഞ ശിക്ഷ ഇവളുമാർക്ക് കൊടുക്കാനില്ല. ഇനി വേറൊരു നായിന്റെ മോൻ ഉണ്ടായിരുന്നല്ലോ, അതായത് രണാസുനയുടെ കൂടെ ഇരുന്ന് കാണാം. ഇവൻ തൂറാൻ മുട്ടണം. ഇവൻ ഇങ്ങനെ കയറിയിരിക്കുന്നു. ഇവള് അപ്പി ഇട്ടിട്ട് കയറി കല്ലിയിരിക്കണം. അവൻ അടുത്ത് അപ്പി ഇടാൻ വേണ്ടിയിരിക്കണം. കൊള്ളാം. അയ്യോ പണേ നീ എവിടെയാലും കയറി. എടാ ഇങ്ങനെ ഇരുന്ന് അപ്പിടാവോടാ. ഇങ്ങനെ ഇരിക്കില്ലേ, എണീറ്റില്ലേ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പോവും. ഈ മോനെ ഏത് മോനെന്നറിയാമോ? കാണിച്ചു തരാം. കാണും. ചട്ടമ്പി കൊള്ളാം. നാട്ടുകാരെ മൊത്തം മയക്കാൻ വാരി. അമ്പലത്തിലെ പൂജാരിയാണ് ഈ കടയാണി മോൻ. കണ്ട, ഇവളോടൊപ്പം അപരാധ വീഡിയോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ അമ്പലത്തിലെ പൂജാരിയാണ്. ഇവനെയൊക്കെ ആരാടാ ഇനി അമ്പലത്തിൽ കയറ്റും? ഇവനെ പുറത്താക്കുക. ഇവൻ ഏത് അമ്പലത്തിലായത്? ഇവന്റെ പ്രൊഫൈലെല്ലാം തൂക്കിയതാണ് ഈ സാധനം. കാട്ടുചെമ്പകത്തിന്റെ അച്ചാർ വെച്ച് പോടാ. അമ്പലത്തിലെ പൂജാരിയാണ് ഇവൻ പോയി മറ്റവളോടാ പിടിച്ചോണ്ടിരിക്കണം. എന്തൊക്കെയാണോ എന്തോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സീരിയസ്ലി ഞാൻ പറയാം. അമ്പലത്തിലെ പൂജാരിയായ ഒരുത്തൻ പോയി അഭിനയിക്കുന്ന അപരാധ വീഡിയോയില് ആൽബം എന്ന പേരിലാണ് നടക്കുന്നത്.
അവൻ എന്ത് ഇവൻ എന്താണ് എന്തോന്നാണ് ഇത്? അമ്പലത്തിലെ പൂജാരി. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ. ഞാൻ എന്തിനു പറയുന്ന? നിങ്ങൾ പറയും അവനെയൊക്കെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഒരു അമ്പലത്തിലെ പൂജാരി ഇമാതിരി അവരാതെ വീഡിയോയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കണോ? നടക്കാനുള്ളതാണോ? റീച്ച് എടാ, റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാന്യമായിട്ടുള്ള കണ്ടന്റ് ചെയ്യും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അപരാധമല്ലേ ചെയ്യേണ്ടത്. നെഗറ്റീവ് റീച്ച് അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല. കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിക്കോളൂ. നന്നായിരിക്കണം. നല്ല രസമുണ്ട് ഇവിടെ. നന്നായിരിക്കണം. പറ എന്തായാലും വാ പറ, മൊഴി ഇങ്ങനെ ഇരിക്കാതെ. എത്രയോ കടല്, കാറ്റ്, തിരയൊക്കെ കൊണ്ടുപോകണം. ആ കൂട്ടത്തിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. സുനിയേട്ടാ, ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് മാറി. ഇറങ്ങി പോണം. എവിടെ പോയി ഇടിച്ചിരിക്കുക എന്തോ ദൈവത്തിന് പറഞ്ഞൂടാ. ദൈവത്തിന് ഇപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ മൊത്തം കൺട്രോൾ ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിന്റെ കൈവിട്ട് പോയി. അയ്യോ, കാലിന് വേണ്ടാതെ കിടക്കുകയല്ലേ. ഇതെവിടെയാ സീറ്റിൽ കയറിയിരിക്കുന്നു? അല്ലെങ്കിൽ നീ പടക്കം കൊണ്ട് ഒരു ഹരം കൊള്ളിക്കുമെന്ന് എനിക്കറിയാം. നീ ഒരു പടക്കം തന്നെ ഇട്ടി. അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സൂപ്പർ സബാഷ്. പൂജാരി ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്ത്. വേണം ഓലപ്പടക്കം. നിനക്ക് ഗുണ്ട. നിനക്ക് പറ്റിയ പടക്കം മറ്റേ മറ്റേ അതൊന്നും എന്തോ ഒരു പേര്, മുളക് പടക്കം. അതെ മുളക് പടക്കം. അതിന്റെ അപ്പുറം നീ ഇല്ല. കമ്പത്തിരി നല്ലപോലെ ഇഷ്ടമാണ് നിനക്കല്ല. അതെനിക്ക് മനസ്സിലായി. നിനക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഇതെന്തുവാ പച്ച നീല ചുവപ്പൊക്കെ ഇട്ടിരിക്കുന്നു? എത്തുവാടാ ഇത്? ഇത് ഏത് യൂണിവേഴ്സിടാ? ഞരങ്ങി ഇരിക്കണം അവിടെ. ചിരി പറഞ്ഞായിരിക്കും ചില സമയം കാണുമ്പോ. ഇതാ ഉരുണ്ട് വീഴോ? പക്ഷെ ഉരുണ്ട് വീഴുന്നെങ്കിൽ മതി വന്ന്. കടലിന്റെ കരയിൽ പോയി നിൽക്കണം. ഏതെങ്കിലും ഒരു കാറ്റ് എവിടെ കൂടിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ. കാറ്റടിച്ച് പോയി തിരയിൽ കൂടി പോയി കടല് നാശമാവും. അതാണല്ലോ വിഷയം. ഇതെന്തുവാ പാറക്കല്ലിന്റെ ഇടയില്? അയ്യോ, മദാലിസ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്ത് പറയാനാ? ഇവള് ഇതൊരു കോമഡി പീസ്. ഇതിനെയൊന്നും ഇവിടെ മനുഷ്യന്മാരായ കുറച്ച് ക്വാളിറ്റി നിലവാരമൊക്കെ വേണം അവിടെ. ഇങ്ങനെ അതപ്പതിച്ച് പോകരുത്. സീരിയസ്ലി. ഇടയ്ക്ക് സണ്ണി ലിയോണായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നുണ്ട്. അയ്യോ, കല്ലിന്റെ ഇടയിൽ അങ്ങ് ചൊല്ലി പോയാ മതിയായിരുന്നു. ഗുണാക്കേവ് പോലെ അല്ലതിന്റെ ഇടയിൽ. അതോടെ തീരുവാ നീ ശല്യം. രേണുസുതി സുന്ദരിയല്ലേ? സുന്ദരിയാ. ആണോ? പപ്പടമൊക്കെ എടുത്ത് മാറ്റിയല്ലേ? ഓ സുനിയേട്ടന്റെ അങ്ങനെ ഭാഗ്യം. ഞാൻ സുനിയേട്ടന്റെ ഷർട്ടെന്ന്. ഒന്നും പറയാനില്ല. അങ്ങനെ വരാതെ ഹേലോട്ട് എവള് വെക്കൊണ്ടിരിക്കുന്നു. ഇവളുടെ കൂടെ പോയി മറ്റേ പൂജാരി എന്ന് പറയുന്ന ഒരു ആൽബം അഭിനയിക്കുന്നു. എന്തുപാടെ ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് വേറെ ലെവലില് ഗ്രാഫ് താന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ കേരളത്തിനെ പറ്റിയിട്ട് എടുത്തു നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു അപർണ, പിന്നെ വേറെ പർപ്പിളിയോ, രണസുന, അപരാധങ്ങളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കുന്നു. ഇതുപോലുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ടീംസ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉദ്ഘാടനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പല രീതിയിൽ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലുള്ള അപരാധങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഉത്ഭവിക്കും.
ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പർപ്പിൾ മറ്റേ അശ്വിനി എന്ന് പറയുന്ന എവളുടെയൊക്കെ അപരാധ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ ആഘോഷിക്കുകയായിരുന്നു കേരളം. അയ്യോ കേരളത്തിലെ അഭിമാനിക്കാൻ പറ്റിയ സംഭവമാണ്. മറ്റേ മല്ലു ചേടി അവനൊക്കെ വന്ന് പറയുന്നുണ്ട്, ഓ അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് കേരളത്തിന്റെ എന്ന്. എന്ത് അഭിമാനിക്കാൻ പറ്റിയത്? അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളെ ഇവിടെ ഉള്ളവന്മാരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊടുക്കുന്നുണ്ട്. നാളെ ഒരുപാട് പെൺകുട്ടികൾ ഈ സാധനം ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഇത് ഫോളോ അപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് പണം ഉണ്ടാക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. എടാ ഈ വീഡിയോകൾ അല്ലെങ്കിൽ മെമ്പർഷിപ്പിലൊക്കെ അപരാധങ്ങൾ കാണിക്കുന്ന, സബ്സ്ക്രിപ്ഷനിലൂടെ അപരാധങ്ങൾ കാണിക്കുന്ന ഇവളുമാരും ഈ റോഡിൽ നിന്ന് സ്വന്തം ശരീരം മാനം വിൽക്കുന്ന ഇവളുമാരും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കതാണ് ചോദിക്കുന്നത്. മറ്റൊരു ഓഫ്ലൈനിൽ, ഇത് ഓൺലൈനിൽ. ഇത്രയേ ഉള്ളൂ അവിടെ. ഓഫ്ലൈനിൽ ഓൺലൈനിൽ മാറി മാറി വിൽക്കുന്നു. ഇതിനൊക്കെ പേരൊന്നേ ഉള്ളൂ, ആ പേര് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് നാളെ അത് നമ്മുടെ വീട്ടിലെ മക്കളാവാടാ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമല്ല. മാതാപിതാക്കളുടെ നെഞ്ചത്ത് കയറിയുന്ന പൊങ്കാലിടുന്ന മക്കളാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നാളെ അവർ വഴിതെറ്റിപ്പോയി ഇതുപോലത്തെ അപരാധങ്ങളോട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റത്തില്ല. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അതൊക്കെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം. എന്തവസ്ഥയാണ് ഇതൊക്കെ? എന്ന് നന്നാവുമെന്തോ ഈ നാട് ഏത് ലെവലിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. കുളം തോണ്ടുകയാണ് ഓരോ ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അപരാധ ആൽബത്തിൽ മറ്റേലും പോയി കുഞ്ഞിരിക്കാനായിട്ട് പൂജാരി അടക്കം, അമ്പലത്തിലെ പൂജാരി അടക്കം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ലെവലിലാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ പറയാതെ തന്നെ. അപ്പൊ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നാടിന്റെ അവസ്ഥ എങ്ങനെയാകുമെന്ന്, നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ എങ്ങനെയാകുമെന്നും, മറ്റുള്ള നാട്ടിലുള്ളവരും രാജ്യക്കാരും നമ്മുടെ നാടിനെ, കേരളം, ഈ പ്രകൃതി ഭംഗി പച്ചപ്പിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന ഹരിത കേരളം എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിനെ ഏത് രീതിയിൽ കാണുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. ഇന്ന് കേരളത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ കുറെ കൊലപാതകം, പീഡനം, മറ്റത് മറിച്ചത്, ഇത് അപരാധ മെമ്പർഷിപ്പ്, ഇങ്ങനെ കുറെ വൃത്തികെട്ട ന്യൂസുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു നല്ല വാർത്ത, അഭിമാനിക്കാൻ പറ്റിയ ഒരു നല്ല വാർത്ത കേരളത്തിൽ നിന്നുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ കുറെ അപരാധങ്ങൾ ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇതുപോലത്തെ കുറെ കോപ്പിലെ പരിപാടികളും കുറെ വൃത്തികെട്ട കുറെ ന്യൂസുകളും കുറെ അപകടങ്ങളും ആപത്തുകളും ഒക്കെ നിറഞ്ഞ കുറെ ന്യൂസുകളും അല്ലാണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം, അഭിമാനത്തോട് പറയാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു കാര്യം കേരളത്തിൽ നിന്നും ഉണ്ടോ? ഇപ്പോൾ ഇല്ല. കാരണം ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അപരാധങ്ങളെ ആണ് സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് വിടുന്നത്. അതേ തുടർന്ന് ഇമാതിരി കാര്യങ്ങൾ മാത്രമേ ഈ കേരളത്തിൽ നടക്കുന്നുള്ളൂ. അതാണ് വാസ്തവം. അത് മനസ്സിലാക്കുക. ഞാൻ ചുമ്മാ വായ്ത്താളം വന്നിരുന്ന് അടിക്കുന്നില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ശരിയല്ലേ? എന്തെങ്കിലും നല്ല ന്യൂസുകൾ കേൾക്കുന്നുണ്ടോ? ഡെയിലി കൊലപാതകം, പീഡനം, മറ്റത് മറിച്ചത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസുകൾ. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ അപരാധങ്ങൾ, മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ, അത് ഇത് കോപ്പിലെ തൊലിഞ്ഞ കുറെ കാര്യങ്ങൾ. അല്ലാണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം നിങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച്. ഈ ഇടക്കാലത്ത് ഇലക്ഷൻ വന്നപ്പോൾ കുറെ കോമഡികളെ കാണാം. അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ, അഞ്ജലി നായർ, അങ്ങനെ പറഞ്ഞ് കുറെ കോമഡി പീസുകളെ കാണാൻ പറ്റി. അല്ലാണ്ട് ഒരു തേങ്ങയില്ലടെ. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. വല്ലാത്ത അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം പറയാം, ഇതുപോലെ തന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. ഇവർക്കൊക്കെ ഉദ്ഘാടനം കൊടുക്കാനും ഇവരെയൊക്കെ ഉൾക്കടിക്കാൻ വേണ്ടി വിളിക്കാനും നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ടാലും ഉൾക്കടിക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുന്നില്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്നതും ഈ സൊസൈറ്റിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുപോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാളെ ഒരുപാട് ഇതുപോലത്തെ അവളുമാർ വരും. സീരിയസ്ലി. സോ ഇതുപോലെ ഉള്ളതിനൊന്നും ഒരു പരിപാടിക്ക് വിളിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. കേൾക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ കേൾക്കാൻ ചാൻസും ഇല്ല. പക്ഷേ ഇതുപോലെ ഉള്ളതിനൊന്നും പരിപാടിക്ക് വിളിക്കരുത്. നാളെ ഒരുപാട് രണാസുനകളും ഒരുപാട് അപർണകളും ഈ സമൂഹത്തിൽ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ വിളിച്ച് ഇതുപോലെ ഓരോ പരിപാടികൾ കൊടുക്കും. നാളെ ഇതുപോലെയുള്ള ഓരോ അപരാധികൾ ഉടലെടുത്തുകൊണ്ടിരിക്കും. നമുക്ക് തടയാൻ പറ്റത്തില്ല. നശിച്ച് നാറാണത്താവും നമ്മുടെ നാട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ കേട്ടാൽ മതി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.